മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബജീവിതത്തിലെ ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. അതിൽ ലീവിങ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഈ അപ്പനെയും അമ്മയും വിട്ടുപിരിയുക. ബൈബിളിൽ 4 റെഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ഒരിടത്തുനിന്ന് മാറിയെങ്കിലേ വേറൊരിടത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാമിനെ വിളിച്ചപ്പോഴേ നീ നിൻ്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ടുപിരിയുക എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റുകയില്ല. ഇതെന്ന് യേശുക്രിസ്തു പറഞ്ഞ. അതുകൊണ്ട് ഒരിടത്തുനിന്ന് നമ്മുടെ ചിന്തയും നമ്മുടെ താല്പര്യവും മാറിയെങ്കിലേ അടുത്തിടത്ത് അത് വരുള്ളൂ. രണ്ടും കൂടി പൊസസീവായിട്ടിരിക്കാനായിട്ട് പറ്റുകയില്ല. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വേദപുസ്തകം ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ സ്വിച്ച് യുവർ അലിജൻസ് ടു യുവർ സ്പൗസ് ഫ്രം പേരൻസ്. പേരൻസിൽ നിന്ന് സ്പൗസിലേക്ക് തിരിയണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിടുക എന്ന് പറയുന്നതും ഉപേക്ഷിക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. ഇന്ന് നമുക്കറിയാം, ഒരുപാട് കുടുംബങ്ങളിൽ അപ്പനും അമ്മയും നോക്കാതിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പനെയും അമ്മയും നോക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പനും അമ്മയും ഉപേക്ഷിക്കരുത്. കൂട്ടുകുടുംബമാണെങ്കിൽ പോലും നിങ്ങളുടെ ഫാമിലി ഒരു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കുടുംബത്തിൽ ഒരു പ്രെയർ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെ കൂടി, ഇപ്പം ബ്രദേഴ്സ് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഫാമിലീസ് കൂടിയിരുന്ന് ഒരു കുടുംബ പ്രാർത്ഥന നടത്തുന്നത് എന്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ പ്രാർത്ഥന അല്ലേ. വല്യപ്പച്ചനും വല്യമ്മച്ചിയും എല്ലാം ഇരുന്ന് ഉള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുന്നത്, പേഴ്സണലായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ എടുക്കുന്നത് അവിടെ സ്നേഹബന്ധത്തെയും അവിടെ ഫാമിലി ലൈഫിനെയും ഉറപ്പിക്കാനായിട്ട് ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് എഫേസ്യർ 6:3 പറയുന്ന വാക്യം വാഗ്ദത്തത്തോടുകൂടി ഒരു കൽപ്പനയാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് നിൻ്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കരുത്, നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കാൻ. എൻ്റെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അവരെ വിട്ടിട്ട് ആണൊരു പുതിയ കുടുംബം വരുന്നത്. എന്നാൽ അവരെ വിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില ഉത്തരവാദിത്വത്തിന് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോഴും നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന കുടുംബമാണ്. ഈ കുടുംബം നന്നായി നോക്കി നടത്താനായിട്ടുള്ള ഉത്തരവാദിത്വം ഭാര്യയ്ക്കും ഭർത്താവിനുമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുകയില്ല. ചില അമ്മമാരുണ്ട്, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞ, കുഞ്ഞുങ്ങളെ പിടിച്ചു വയ്ക്കും. ചില അപ്പന്മാരും അതുപോലെയാണ്, കുഞ്ഞുങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഭാര്യ പറയുന്നത് കേൾക്കാതെ അമ്മ പറയുന്നത് കേൾക്കുന്ന ചില പുരുഷന്മാരും, ഭർത്താവ് പറയുന്നത് കേൾക്കാതെ അപ്പൻ കേൾക്കുന്ന ചില സ്ത്രീകളും. ഇത് രണ്ടും പെശകാണ്, വേദപുസ്തക പ്രമാണത്തിന് എതിരാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ കർട്ടൻ്റെ നിറം തീരുമാനിക്കുന്നത് നിങ്ങളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അല്ല. അവരാണ് അത് തീരുമാനിക്കുകയെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങളാണ് ചെയ്യേണ്ടത്. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഏത് സ്കൂളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അതിൻ്റെ തീരുമാനം എടുക്കാനായിട്ട് വല്യപ്പൻ വല്യമ്മ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ അപ്പനും അമ്മയുമല്ല തീരുമാനിക്കേണ്ടത്. റിമോട്ട് കൺട്രോൾ പേരൻറ്റിങ് അത് നടത്താനായിട്ട് പാടില്ല. അത് മാത്രമല്ല, മാതാപിതാക്കൾ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഉപദേശം കൊടുക്കരുത്. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കട്ടെ. പഠിച്ചതിന് ശേഷം എന്തെങ്കിലും സഹായം ചോദിച്ചാൽ നമുക്ക് ഉപദേശം കൊടുക്കാം. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അതൊരു സെപ്പറേറ്റ് ഫാമിലി യൂണിറ്റാണ്. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ ഫാമിലിയെ വിട്ടിട്ട് ഒരു പുതിയ യൂണിറ്റായിട്ട് തീരുന്നതാണ്. അവിടെ ആ യൂണിറ്റിലെ
ഭാര്യയുടെ ഇഷ്ടങ്ങളാണ് ഭർത്താവ് നടത്തേണ്ടത്. അതുവരെയും മാതാപിതാക്കൾ പറയുന്ന അവരുടെ ഇൻക്ലിനേഷൻ അനുസരിച്ച് ചെയ്തെങ്കിൽ ഇനിയും ആ ലീവിങ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഭാര്യയുടെ ഇഷ്ടങ്ങളാണ് അവിടെ നടത്തേണ്ടത്. അതുപോലെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളാണ് ഭാര്യ അവിടെ നടത്തേണ്ടത്. നമ്മൾ നേരത്തെ അമ്മയോട് അപ്പനോടോ ചോദിച്ചിരുന്നത് ഇപ്പോഴേ ഭാര്യയോടോ ഭർത്താവിനോടോ കൺസൾട്ട് ചെയ്യും. അതുകൊണ്ട് അവരിൽ നിന്ന് ലീവ് ചെയ്യാണ്. ലീവിങ് ഈസ്, വീണ്ടും ഞാൻ പറയുകയാണ്, ലീവിങ് ഈസ് നോട്ട് അബാൻഡനിങ്. ഇപ്പോൾ ഉദാഹരണത്തിൽ യേശുക്രിസ്തു തന്നെ കാൽവറി ക്രൂശിൽ സ്വന്തം മറിയെ യോഹന്നാന് ഏൽപ്പിച്ചതിന് ശേഷമാണ് ക്രൂശിൽ മരിച്ചത്. സ്വന്തം അമ്മ മറിയെ യോഹന്നാനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് പ്രാണനെ വിട്ടത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അന്ന് മുതൽ യോഹന്നാൻ അവളെ ചേർത്ത് കൊണ്ടു എന്നെഴുതി. അത് ഇറ്റ് ഈസ് നോട്ട് ആൻ അബാൻഡനിങ്. അതുകൊണ്ട് വിട്ട് കളഞ്ഞിട്ട് കള്ള പരിപാടിയല്ല എന്ന് നമ്മൾ മറന്നു പോരുന്നു. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രൂത്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിന്നെ വിട്ടുവരുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. കഴിഞ്ഞ അമ്മായിയമ്മോട് പറയുന്നതാണ്, കഴിഞ്ഞ ലോകത്തെ അവൾ മറന്നു, പിതൃഭവനത്തെയും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ കാര്യം തന്നെയാണ് സങ്കീർത്തനം 45-ന്റെ 10-11 വാക്യത്തിൽ പറയുന്നത്. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും തൻ്റെ പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഇവിടെയും പറയുന്നതാണ് സ്വജനത്തെ മറക്കുക. അതിന് ചിലപ്പം നിങ്ങൾ പറയും, ഓ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എൻ്റെ ആങ്ങളമാർ ഇങ്ങനെയൊന്നും അല്ല വാങ്ങിച്ചു തന്ന്, ഈ ടൈപ്പ് കീറത്തുണിയൊന്നും അല്ല വാങ്ങിച്ചു തന്ന് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും. അങ്ങനെ പറയുന്ന ഒരു ഭാര്യയിൽ ഭർത്താവിന് പലപ്പോഴും ഒരു സൗന്ദര്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. ഒരു അമ്മയും അപ്പനെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. അവിടെ ആരെങ്കിലും ഡിപ്പെൻഡൻ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കും, ഇല്ലെന്നല്ല, കല്യാണം പോയി കഴിയുമ്പോഴേ. എന്നാൽ സ്വന്തം അമ്മയെ ഒന്ന് തുമ്മിയെന്ന് കേട്ടാൽ, ഇപ്പം അസുഖം വന്നാൽ നോക്കേണ്ടതൊന്നുമല്ല, സ്വന്തം അമ്മ ഒന്ന് തുമ്മിയെന്ന് പറയുമ്പോഴേ കൂടെ കൂടെ അങ്ങോട്ട് വെച്ച് പിടിക്കുന്ന ഒരു ഭാര്യയെ ഒരു ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. ഇവിടെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക എന്ന ബൈബിൾ പ്രിൻസിപ്പിളിൽ നിന്ന് ഒരു വ്യത്യാസമാണ് വരുന്നത്. ലോയൽറ്റി ഹാസ് ടു ബി ചേഞ്ച് ഫ്രം പേരൻസ് ടു വൈഫ് എന്നുള്ള ഒരു ചിന്ത ഈ ലീവിങ് എന്നുള്ള പ്രിൻസിപ്പിളിലെ ബൈബിൾ പ്രിൻസിപ്പിളിൽ നമ്മൾ ചിന്തിക്കുകയും അതനുസരിക്കുകയും ചെയ്യണം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലെ 32-33 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും? അന്നേരം വിവാഹം ചെയ്ത് ഭാര്യയെ പ്രസാദിപ്പിക്കുക. വിവാഹം കഴിക്കാത്തവൻ, പൗലോസ് പറയാണ്, വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ പ്രസാദിപ്പിക്കുക. ഇനിയും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവൻ കർത്താവിനെ പ്രസാദിപ്പിക്കട്ടെ. എന്താ പറയാനുള്ള കാര്യം? പൗലോസ് കല്യാണം കഴിയാത്തതുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. വിവാഹം കഴിച്ചവൻ ഭാര്യയെ പ്രസാദിപ്പിക്കുക. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ലീവിങ് എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്യണം, അത് പ്രാക്ടിക്കലാക്കണം. പിന്നെ ചില ഉദ്ദേശങ്ങളുണ്ട്, ചിലപ്പോൾ അറിയാം, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിച്ച് ആ വീട്ടിൽ ഭാര്യയെ നമ്മളിങ്ങോട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വേറെ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല, ഈ ഭാര്യയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അവരല്പം പ്രായമാണ്, അവർക്ക് ചില പ്രായോഗിക അസുഖങ്ങളുണ്ട്. എങ്കിൽ 2 കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ അവിടെ ആരെങ്കിലും ഒരു ജോലിക്കാരെ നിർത്തി അവരെ സഹായിക്കാനായിട്ട് നോക്കുക. അവിടെ ആരോഗ്യം അതിനും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരെയും കൂടെ ഭർത്താവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതെല്ലാം തന്നെ ഭാര്യയുടെ ഇനിഷ്യേറ്റീവിലല്ല ചെയ്യേണ്ടത്, ഭർത്താവും ഭാര്യയും കൂടെ കൂട്ടായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ടത്. കാരണം ഭാര്യയുടെ അമ്മ എന്ന് പറയുന്നത് ഭർത്താവിനെ സംബന്ധിച്ചുള്ളത് തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ്. കാരണം ഈ ഭാര്യയെ
ചെറുപ്പത്തിലെ അവരെ പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് എടുത്ത് ഇത്രയൊക്കെ ആക്കി അവരെ ഇങ്ങോട്ടേക്ക് വിടുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞു, എൻ്റെ കാര്യം കഴിഞ്ഞു, ഞാനങ്ങ് പോവുകയാണ്, എന്നെ ഭർത്താവിൻ്റെ അങ്ങോട്ടങ്ങ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അനാഥരാക്കി അബാൻഡൻ ചെയ്യാനായിട്ട് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള. എന്നാൽ ഡിസിഷൻ മേക്കിങ്ങിൽ ആ അമ്മ കയറി അതിനകത്ത് കയറി ബഹളം ഉണ്ടാക്കുകയും ചെയ്യണം. രണ്ടും നോക്കണം, ബാലൻസ്ഡ് ആവണം. അവരെ കൊണ്ടുവരികയും വേണം, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും വേണം, അവരെ സ്നേഹിക്കുകയും വേണം. എന്നാൽ തീരുമാനങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. ലീവിങ്ങിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് വേറെ ആരും കയറി, ഒരു തേർഡ് പാർട്ടി കയറി അതിനകത്ത് ഇഷ്യൂ ഉണ്ടാക്കരുത്. അതിനകത്ത് പിന്നെ അവസാനം അത് പ്രയാസം ഉണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അത് ഓർക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഭർത്താവിനുള്ള സ്നേഹം, ഭർത്താവിന് ഭാര്യ കൊടുക്കേണ്ട സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കേണ്ട സ്നേഹവും അത് ഡിവൈഡ് ചെയ്ത് പേരൻസിലേക്കായി പോകാനായിട്ടും ഇടവരരുത്. ഞാൻ ഇത് കേട്ട ഒരു എക്സാമ്പിൾ, അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ തോന്നി. മോളെ കല്യാണം കഴിച്ച് അച്ഛൻ വിട്ടു, എവിടെ? ഭർത്താവിൻ്റെ വീട്ടിൽ വിട്ടു. ഭർത്താവിൻ്റെ വീട്ടിൽ വിട്ടതിന് അന്ന് പിറ്റേന്ന് തൊട്ട് അച്ഛനിരുന്ന് വിളിക്കുക. കാരണം അതുവരെയും അച്ഛനും മോളും തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം, ആ പിതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. അത് നല്ല സ്ട്രോങ് ആയിരുന്നു. അവർ അതനുസരിച്ച് എല്ലാ ദിവസവും ഇത് ഭാര്യ ജോലിയൊന്നുമില്ല, ഭർത്താവിന് ജോലിയുണ്ട്. രാവിലെ ഭർത്താവ് അങ്ങ് പോയി കഴിയുമ്പോഴേ ഈ ഭാര്യയും അപ്പനും തമ്മിൽ ഇങ്ങനെ പിന്നെയും ഫോണിൽ കൂടി ഇങ്ങനെ ആ ബന്ധം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. വിട്ട് കളഞ്ഞെങ്കിൽ കൂടിയും ലീവ് ചെയ്തെങ്കിൽ കൂടിയും, എന്നാൽ അവർ വിളിച്ച് സംസാരിക്കുന്ന ഒന്നും ഭർത്താവിൻ്റെ കാര്യങ്ങളും ഒന്നും അല്ല സംസാരിക്കുന്നത്. ഇവർ പഴയ കാര്യങ്ങളും അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ അവരുടെ ബന്ധം ഇങ്ങനെ ബലപ്പെടുത്തുകയാണ്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം, ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ ആരും കണ്ടെന്ന് വരത്തില്ല. ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഭാര്യ മാത്രമേ കാണുള്ളൂ, കാരണം ഭർത്താവ് ജോലിക്ക് പോയി ഭാര്യ മാത്രമേ ചിലപ്പോൾ ഉണ്ടായെന്ന് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ ബന്ധം ഡെവലപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള സംസാരത്തിന് പകരമായിട്ട് ഇങ്ങനെ വീണ്ടും ആ കുഞ്ഞിനെ, കല്യാണം കഴിച്ച കുഞ്ഞിനെ എങ്ങനെ തിരിച്ച് എൻ്റെ ഭവനത്തിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ആ പിതാവ് ഇങ്ങനെ ഇടപെടുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ പിതാവിന് 55 60 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഈ പിതാവ് ഇനി അടുത്ത 10 20 നമുക്കറിയത്തില്ല എത്രയോ വർഷം ജീവിക്കുകയുള്ളൂ. എന്നാൽ ഭർത്താവിന് 25 30 വയസ്സേ ഉള്ളൂ. ഭർത്താവുമായിട്ടാണ് അവൾ ജീവിക്കേണ്ടത്, അവൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഉത്തരവാദിത്തം ജീവിക്കേണ്ടതാണ്. എന്നാൽ ഈ പിതാവ് അങ്ങ് വിട്ടുപോകും, ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ അവൾക്ക് വേറെ ആരും കാണത്തില്ല. ഈ ഒരു ചിന്ത ഒരിക്കലും ഇല്ലാതെ വീണ്ടും ആ പഴയ സ്നേഹബന്ധം കൂട്ടി ഉറപ്പിക്കാനായിട്ട് പേരൻസ് പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പേരൻസ് ശ്രമിക്കേണ്ടത് അതല്ല, ഭർത്താവും ആയിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്താവുമായിട്ടുള്ളതാണ്. അതുപോലെ തിരിച്ച് ഭർത്താവ് ഭാര്യയായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ ഉറപ്പിക്കാം എന്നുള്ളതാണ് പേരൻസ് ചിന്തിക്കേണ്ടത്. ഇതൊരു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു തിരിച്ചറിവാണ് എന്ന് ഞാൻ വിചാരിക്കുക. എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാര്യം? ഇന്നും ആ പണ്ട്, കാരണം എന്ന് വെച്ചാൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്നില്ല, ബ്രോയിലർ ചിക്കനെ വളർത്തിയതുപോലെ ആയിരിക്കും വളർത്തിയിരിക്കുന്നത്. വേണ്ടതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്ത് ചെറുപ്പം മുതലേ ഫീഡ് ചെയ്ത് അവർ ഒരു രീതിയിലുള്ള പ്രയാസവും എക്സ്പോസ് ചെയ്യാതെ വളർത്തിയിരിക്കുക. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴും ഇതുപോലെ തന്നെ എൻ്റെ മോളെ ഓരോ ദിവസം രാവിലെ നീ എന്തെന്ന് വെച്ചത്, ഭർത്താവ് നിന്നെ എന്തോ പറഞ്ഞ്, നിന്നെ എന്തോ വഴക്ക് പറഞ്ഞു, നിന്നെ സൂക്ഷിച്ചു നോക്കിയോ, ഇങ്ങനെ ഓരോ രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണിയുള്ള കാര്യങ്ങൾ ഈ പേരൻസ് ഇങ്ങനെ ചോദിച്ചിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും, അവർ തമ്മിൽ വഴക്കുണ്ടാവും, അവർ തമ്മിൽ ആശയവ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടായെന്ന് വരും, ഇതെല്ലാം ഉണ്ടാവും. എന്നാൽ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പറഞ്ഞോളും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവർ ചോദിച്ചോളും. എന്നാൽ അതിന് പകരമായിട്ട് നമ്മളവരെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ലീവിങ് എന്ന് പറയുന്നൊരു കാര്യം നമ്മളൊരിക്കലും നമ്മളൊരു ഹിൻഡ്രൻസായി, മാതാപിതാക്കളൊരു ഹിൻഡ്രൻസായി തീരരുത്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു, നീ ഇപ്പം നിൻ്റെ ഭർത്താവ് എന്തുവാ ചെയ്യുന്നത്, അവരങ്ങനെയാണോ എന്നുള്ള ആ ഒരു ചിന്ത കൊടുത്തിട്ട് അവിടെ ഒരു ഭർത്താവുമായിട്ടൊരു വൈരം അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഇഷ്ടക്കേട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് കാരണമായി തീരരുത്. ബൈബിളിലെ പ്രിൻസിപ്പിളിന് അഗൻസ്റ്റാണ്.
അതുകൊണ്ട് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എൻ്റെ അമ്മ ചെയ്തതല്ല നല്ലത്, എൻ്റെ അമ്മ എനിക്ക് നല്ലപോലെ ആഹാരം വെച്ച് തന്ന്, എൻ്റെ അമ്മ ചെയ്യുന്നതിൻ്റെ രുചിയില്ല ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ പ്രോംപ്റ്റ് ചെയ്യുകയും ഭാര്യയെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല. ഭാര്യയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. വിവാഹം കഴിച്ചവൻ ഭാര്യയെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് ബൈബിളിലെ ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് ലീവിങ് രണ്ട് ഭവനത്തിലും, ഭാര്യയുടെ ഭവനമായാലും ഭർത്താവിൻ്റെ ഭവനമായാലും, ആ ലീവിങ് അതിൻ്റെ എഫക്റ്റീവായിട്ട് ചെയ്തില്ലെങ്കിൽ കുടുംബജീവിതത്തിലെ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആ ലീവിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞത്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. തുടർന്ന് ഇത് വാച്ച് ചെയ്യാനും തുടർന്ന് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ക്ലീവിങ്ങിനെ കുറിച്ച് സംസാരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ കർത്താവെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും കർത്താവെ, ആ പിതാവിനോടും മാതാവിനോടും ലോയൽറ്റി ഭാര്യയോടും ഭർത്താവിനോടുമായി എന്നുള്ളതും ഒക്കെയാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. കർത്താവെ, ഈ ദിവസങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലമായി പോകുന്ന സമയങ്ങളിൽ കർത്താവെ അത് ശക്തിപ്പെടുവാനായിട്ട് കർത്താവെ ഈ ലീവിങ് കൂടുതൽ എഫക്റ്റീവ് ആവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണം. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കെല്ലാം നീ ഉത്തരം കൊടുക്കുകയും കർത്താവെ അതെല്ലാം അനുഭവവേദ്യമാക്കി കർത്താവെ സന്തോഷത്തോടുള്ള കുടുംബങ്ങളാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഏത് രീതിയിൽ പ്രയോജനമായി എന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അതുപോലെ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.